എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഊണും കറികളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സ്പെഷ്യലി കല്യാണ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന സാമ്പാറാണ്. അത് റെസിപ്പി നോക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. സംഭവം എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കണം. പിന്നെ മീൻ വറുത്തുണ്ട്, പിന്നെ കൊണ്ടാട്ടമുളക് വറുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ. ഇനി കഴിച്ചു തുടങ്ങിയാലോ. പിന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കുറച്ചെടുത്ത് ചോറിലോട്ട് മാറ്റാം. ഉണക്കമുളകും പിന്നെ ഉള്ളിയൊക്കെ ചുട്ടിട്ടുണ്ടാക്കിയ ചമ്മന്തിയാണ്. അതിവിടെ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ്. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. വേറെ കറികളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അടിപൊളിയാണ്. ഇനി നമ്മുടെ സാമ്പാർ, അതിന് കുറച്ചെടുത്ത് ചോറിലോട്ട് ഒഴിക്കാം. കല്യാണ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ തേങ്ങ വറുത്തരച്ചിട്ടുണ്ട്. തേങ്ങ വറുത്തരയ്ക്കുന്ന സാമ്പാറാണ് ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് കല്യാണത്തിനൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പിൽ ഉണ്ടാക്കിയിട്ട് അതിൽ തേങ്ങ വറുത്തിട്ട് ചേർത്തു. സംഭവം എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. പിന്നെ മീൻ വറുത്തുണ്ട്. മീൻ വറുത്തത് ശരി എന്ന് പറഞ്ഞിട്ടുള്ള മീനാണ്. അത് നല്ല അടിപൊളി മസാലയൊക്കെ പാറ്റിയിട്ട് ഫ്രൈ ചെയ്തിട്ടോ നല്ലപോലെ ക്രിസ്പാക്കിയിട്ട് വറുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് കറികൾ. ഇപ്പോൾ സാമ്പാറും മീൻ വറുത്തും നല്ല അത്യാവശ്യം നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇനി കഴിച്ചു തുടങ്ങിയാലോ. ആദ്യം ആ സാമ്പാറും ചോറും നല്ലപോലെ കുഴച്ചിട്ടൊന്ന് കഴിച്ചു നോക്കാം. നല്ല ചൂടാണ്. ചോറാണെങ്കിലും കറിയാണെങ്കിലും ആ ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. സാമ്പാർ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട്. ഇനി ആ കൊണ്ടാട്ടമുളക് ഉണ്ടല്ലോ, അത് ആ ചോറിലിങ്ങനെ ചെറുതായിട്ടൊന്ന് പൊടിക്കണം ആ സാമ്പാറിൻ്റെ കൂടെ. എന്നിട്ട് ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് പിന്നെ ഉരുളൻകിഴങ്ങുണ്ടല്ലോ, അതിങ്ങനെ ചോറിലിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് എന്നിട്ട് ആ മീൻ വറുത്തിന്ന് ഒരു പീസ് എടുക്കാം. എന്നിട്ട് ആ ചോറിലോട്ട് വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ഫ്രഷ് മീനാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള മസാലയാണ്. ഉണക്കമുളകൊക്കെ മിക്സിയിൽ അടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മസാലയിലാണ് കേട്ടോ. സംഭവം പൊളിയായിരിക്കും കഴിക്കാനായിട്ട്. ഒരു രക്ഷയില്ല കേട്ടോ. സാമ്പാറും മീൻ വറുത്തതും കൂടെ പപ്പടം കൂടി വേണമായിരുന്നു. പിന്നെ കൊണ്ടാട്ടമുളക് ഉള്ളതുകൊണ്ട് പപ്പടം വറുത്തില്ല. സംഭവം അടിപൊളിയാണ്. ആ തേങ്ങാച്ചമ്മന്തി ആണെങ്കിലും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഇനി എല്ലാം കൂട്ടിയിട്ടൊന്ന് കഴിച്ച് നോക്കാം. ആ സാമ്പാർ ചോറിലിങ്ങനെ നല്ലപോലെ കുഴച്ചിട്ട് ആ തേങ്ങാച്ചമ്മന്തിയിൽ നിന്ന് കുറച്ചെടുക്കാം കേട്ടോ. പിന്നെ കൊണ്ടാട്ടമുളക് നേരത്തെ ചോറിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ആ മീൻ വറുത്തത് ആ ചോറിലോട്ട് വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ ലഞ്ച് കഴിച്ചോ? നിങ്ങൾക്ക് എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം. ഇനി ആ സാമ്പാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. കല്യാണത്തിലൊക്കെ ഉണ്ടാക്കുന്ന സാമ്പാറിൻ്റെ ടേസ്റ്റ് ഉണ്ട്. തേങ്ങ വറുത്തരച്ചിട്ടെന്ന് മാത്രം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.